രാജയോഗിനി റൂസി ബെഹൻജി എന്ന ശിവകന്യാജിയുടെ ജനനം ഹോങ്കോങ്ങിലുള്ള ധനിക സിന്ധി വ്യാപാരി കുടുംബത്തിലായിരുന്നു. പിന്നീടവർ ഇന്ത്യയിലേക്ക് വന്ന് ബാംഗ്ലൂരിൽ താമസം ആരംഭിച്ചു. റോസി ബെഹൻജിയുടെ മാതാവ് ലക്ഷ്മണ മാതാജിക്ക് ഹോങ്കോങ്ങിൽ വെച്ച് തന്നെ ജ്ഞാനം ലഭിച്ചിരുന്നു. എന്നാൽ പിതാവ് വ്യാപാര വിഷയത്തിൽ ബിസിയായിരുന്നു. ബെഹൻജിയുടെ സഹോദരന്മാരായ ഗുൽഭായ്, ചന്ദ്രുഭായ് എന്നിവരും വിദേശത്തെ വ്യാപാര രംഗത്തായിരുന്നു. 1960 മമ്മ യജ്ഞസേവാർത്ഥം ബാംഗ്ലൂർ സന്ദർശിക്കുകയും 2-3 ആഴ്ച താമസിക്കുകയും ചെയ്തിരുന്നു. ആ സമയത്ത് റോസി ബെഹൻജിയുടെ വീട്ടിലായിരുന്നു മമ്മ താമസിച്ചിരുന്നത്. മമ്മയുടെ വരദാനങ്ങളും പാലനയും നിമിത്തം റോസി ബെഹൻജിക്ക് ബാബയിലുള്ള വിശ്വാസം വർദ്ധിക്കുന്നതിനും യജ്ഞത്തോട് കൂടുതൽ അടുക്കുന്നതിനും കാരണമായി. തുടർന്ന് റോസി ബെഹൻജിയുടെ പിതാവ് നാരായൺ ദാദ മധുബനിൽ വന്ന് ബാബയെ സന്ദർശിച്ചു. ആദ്യ സന്ദർശനത്തെ തുടർന്ന് തന്നെ അദ്ദേഹത്തിൻ്റെ ജീവിത രീതികളിലും കാര്യവ്യവഹാരങ്ങളിലും പ്രകടമായ വ്യതിയാനങ്ങളുണ്ടായി. അദ്ദേഹം ബാബയോട് കൂടുതൽ അടുത്തു. ഇന്ത്യയിൽ സേവനം ചെയ്യുമ്പോൾ റോസി എന്ന പേരിന് ഒരു വിദേശച്ചായ തോന്നിച്ചതിനാൽ ബ്രഹ്മബാബ റോസി ബെഹൻജിക്ക് ശിവകന്യ എന്ന് നാമധേയം ചെയ്തു. നാരായൺ ദാദ വ്യാപാര ആവശ്യങ്ങൾക്കായി ധാരാളം വിദേശയാത്ര ചെയ്യുന്നതിനാൽ വിദേശത്ത് പുതിയതായി ഏതൊരു ഇലക്ട്രോണിക് ഉപകരണം വിപണിയിൽ വന്നാലും ഉടനെ അത് വാങ്ങി ബ്രഹ്മബാബയ്ക്ക് അയച്ചു കൊടുക്കുമായിരുന്നു. യജ്ഞത്തിൽ ആദ്യത്തെ ഗ്രാമഫോൺ റെക്കോർഡ് മധുബനിലെത്തിയതും അതിൽ മമ്മയുടെ ശബ്ദം റെക്കോർഡ് ചെയ്യപ്പെട്ടതും അപ്രകാരമായിരുന്നു. ആ സമയത്താണ് റോസി ബെഹൻജിയുടെ ഇളയ സഹോദരൻ ചന്ദ്രുഭായ് അമേരിക്കയിൽ വെച്ച് ജ്ഞാനത്തിൽ വരുന്നത്. അദ്ദേഹവും ഇടയ്ക്കിടെ മധുബനിൽ വന്ന് ബ്രഹ്മബാബയെ സന്ദർശിച്ചിരുന്നു. 1960കളിൽ റോസി ബെഹൻജി ഇംഗ്ലീഷ് ഭാഷയിൽ നിപുണയായ പ്രഭാഷകയായി മാറിയിരുന്നു. ബ്രഹ്മബാബ റോസി ബെഹൻജിയെ ഇംഗ്ലീഷിലുള്ള സേവനങ്ങൾക്ക് നിമിത്തമായി അയച്ചിരുന്നു. 1970 അവ്യക്ത ബാബ്ദാദ പ്രകാശ്മണി ദാദിജിയിലൂടെ റോസി ബെഹൻജിയെ ചെന്നൈയിലേക്ക് അയച്ചുകൊണ്ട് തമിഴ്നാട്ടിൽ സേവന പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചു. റോസി ബെഹൻജിയോടൊപ്പം ലക്ഷ്മി ബെഹൻജിയെയും പ്രകാശ്മണി ദാദിജി അയച്ചിരുന്നു. ലക്ഷ്മി ബെഹൻജി 1960 മുതൽ ജ്ഞാനത്തിലുണ്ടായിരുന്നു. അവർ രണ്ടുപേരോടൊപ്പം ബാംഗ്ലൂരിൽ നിന്നുള്ള ശാന്ത ബെഹൻജിയും സേവനത്തിൽ സഹയോഗിയായി ഒപ്പം ചേർന്നു. ശാന്ത ബെഹൻജി 1968 ബാബയോടൊപ്പം ജീവിതം ആരംഭിച്ചിരുന്നു. ഈ 3 മാലാഖമാരും ചേർന്ന് 1970 മദ്രാസിൽ, ഇന്നത്തെ ചെന്നൈയിൽ തങ്ങളുടെ സേവനം ആരംഭിച്ചു. 3 പേർക്കും തമിഴ് ഭാഷ അറിയില്ലായിരുന്നു. എന്നിരുന്നാലും ബാബയുടെ ശ്രീമതമനുസരിച്ച് സേവനത്തിനായി തയ്യാറായി വന്നു. റോസി ബെഹൻജിയുടെ ചില ലൗകിക ബന്ധുമിത്രാദികൾ ചെന്നൈയിൽ താമസിച്ചിരുന്നു. പ്രാരംഭഘട്ടത്തിൽ അവർ യജ്ഞത്തിന് സഹയോഗം നൽകി വന്നു. വാടക വീടുകളിൽ താമസിച്ചുകൊണ്ട് ചെന്നൈയിൽ പതുക്കെ സേവനങ്ങൾ തുടങ്ങിവെച്ചു. റോസി ബെഹൻജി ബാബ്ദാദയോടും മറ്റുള്ള ദാദിമാരോടും വളരെ അടുത്ത ബന്ധം സൂക്ഷിച്ചിരുന്നു. അവരുടെ ആശീർവാദങ്ങളും വരദാനങ്ങളും നിമിത്തം ചെന്നൈയിലും ഇതര പട്ടണങ്ങളിലും സേവനം സാവധാനം അഭിവൃദ്ധി പ്രാപിച്ചു വന്നു. 1971 വിശ്വസേവനാർത്ഥം ബാബ്ദാദ 5 പാണ്ഡവരെ ലണ്ടൻ, അമേരിക്ക എന്നിവിടങ്ങളിലേക്ക് അയക്കാൻ തീരുമാനിച്ചു. അതിൽ മുംബൈയിൽ നിന്നുള്ള ശീലേന്ദ്ര ദാദിജി, ഡൽഹിയിൽ നിന്നും ജഗദീഷ് ഭായിജി, മുംബൈയിൽ നിന്നുള്ള രമേശ് ഭായിജി, ദീദി നിർമ്മലാജി, ചെന്നൈയിൽ നിന്നും റോസി ബെഹൻജിയുമാണ് ഉണ്ടായിരുന്നത്. റോസി ബെഹൻജിയുടെ പിതാവും സഹോദരന്മാരും വിദേശത്ത് ബിസിനസ് ചെയ്യുന്നവരായതിനാൽ ധാരാളമായി ധനസേവനവും മറ്റനവധി സേവനങ്ങളും യജ്ഞത്തിലേക്ക് ചെയ്തു വന്നിരുന്നു.
5 പാണ്ഡവരും വിവിധ വിദേശ രാജ്യങ്ങളിൽ സേവനത്തിൻ്റെ വിത്തുപാകി 1 വർഷത്തിനു ശേഷം ഇന്ത്യയിൽ തിരികെ എത്തി. ഈ സമയം റോസി ബെഹൻജിയുടെ പിതാവ് മധുബനിൽ സമർപ്പിതമായി പാണ്ഡവ ഭവനിൽ വസിക്കാൻ ആരംഭിച്ചിരുന്നു. അദ്ദേഹം ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളുടെ മരാമത്തുകളും നക്കി ലേക്കിന് സമീപത്തുള്ള മ്യൂസിയത്തിലെ സേവനങ്ങളും ചെയ്തു വന്നു. സ്റ്റിൽ ക്യാമറ വിപണിയിലെത്തിയപ്പോൾ റോസി ബെഹൻജിയുടെ സഹോദരന്മാർ യജ്ഞത്തിലെ ആദ്യ ക്യാമറ ബ്രഹ്മബാബയ്ക്ക് അയച്ചു കൊടുത്തു. അതിലാണ് യജ്ഞത്തിലെ പ്രസിദ്ധമായ അനേക ഫോട്ടോസ് എടുത്തിട്ടുള്ളത്. മുഴുവൻ കുടുംബവും ബാബയുടെ സേവനത്തിൽ പൂർണ്ണ പിന്തുണ നൽകിയിരുന്നു. ചെന്നൈയിലും സമീപത്തുള്ള ഇതര പട്ടണങ്ങളിലും സേവനം വളർന്നു തുടങ്ങുകയും ബാബയുടെ അനേകം മക്കൾ ചെന്നൈ, പോണ്ടിച്ചേരി, കേരളം എന്നിവിടങ്ങളിൽ ജന്മമെടുക്കുകയും ചെയ്തു. 1986 ബാബയുടെ സ്വന്തം വീട് ശാന്തിധാമം ചെന്നൈയിൽ നിർമ്മിതി പൂർത്തിയായി. അതിനുശേഷം അനവധി സ്ഥലങ്ങളിൽ സേവനങ്ങൾ ആരംഭിച്ചുകൊണ്ടിരുന്നു. ചന്ദ്രുഭായ് ചെന്നൈയിലും അമേരിക്കയിലും മധുബനിലും സേവനങ്ങൾക്ക് വളരെയധികം സഹയോഗം നൽകി വന്നു. വെസ്റ്റ് ഇൻഡീസിൽ ജമൈക്ക എന്ന സ്ഥലത്ത് ബാബയുടെ വീടിന്റെ നിർമ്മാണത്തിനായി റോസി ബെഹൻജിയുടെ മൂത്ത സഹോദരൻ ഗുൽഭായിയാണ് മുൻകൈയെടുത്തത്. അവരുടെ സഹധർമ്മിണി ഉഷ ബെഹൻജി ജമൈക്ക മോണ്ടിഗോ സെന്ററിന് സഹയോഗം നൽകി വരുന്നു. റോസി ബെഹൻജി ഓരോ 2-3 വർഷം കൂടുമ്പോഴും വിദേശ സേവനത്തിനായി ഓരോ സേവാ കേന്ദ്രങ്ങളിലും പോയിരുന്നു. 1981 റോസി ബെഹൻജി, ലക്ഷ്മി ബെഹൻജി തുടങ്ങി 50 പേരടങ്ങുന്ന സംഘം ശ്രീലങ്കയിലെ കൊളംബോയിൽ സേവാ കേന്ദ്രം ആരംഭിച്ചു. ശ്രീലങ്കയിലെ പല പ്രധാന പട്ടണങ്ങളിലും സേവനം ആരംഭിക്കുകയും ബാബയുടെ സേവാസ്ഥാനങ്ങൾ തുറക്കപ്പെടുകയും ചെയ്തു. 1984 മുതൽ ശ്രീലങ്കയിലെ സേവനങ്ങളുടെ ചുമതല ദീദി നിർമ്മലാജി ഏറ്റെടുത്തു. 1998 റോസി ബെഹൻജി ആൻഡമാൻ നിക്കോബാർ ദ്വീപ സമൂഹങ്ങളിൽ സേവനം ആരംഭിച്ചു. 3 വർഷത്തോളം ആ സേവനം ചെന്നൈയിൽ നിന്നുമാണ് ചെയ്തു വന്നത്. അതിനുശേഷം കൽക്കത്തയിലുള്ള സെന്ററുകളിൽ നിന്നും അവിടെ സേവനം തുടർന്നു വരുന്നു. 1985 അഖണ്ഡ ഭാരതം എന്ന ലക്ഷ്യത്തിനായി കന്യാകുമാരി മുതൽ ഡൽഹി വരെ 5 മാസം നീണ്ടുനിന്ന യുവപദയാത്ര ഏറ്റവും വലിയ യുവപദയാത്രയായിരുന്നു. തുടർന്നുള്ള പല വർഷങ്ങളിലും ശിവലിംഗം, ബാബയുടെ സ്മൃതിചിഹ്നങ്ങൾ എന്നിവ വഹിച്ച രഥയാത്രകൾ പല സ്ഥലങ്ങളിൽ നിന്നും മധുബനിൽ ചെന്നു ചേരുന്ന വിധത്തിൽ സംഘടിപ്പിക്കപ്പെട്ടു. രാമേശ്വരത്ത് നിന്നും ആരംഭിച്ച് മൗണ്ട് ആബുവിൽ ചെന്ന് അവസാനിക്കുന്ന വിധം ഏർപ്പാട് ചെയ്ത 3 മാസം നീണ്ട ഈശ്വരീയ അനുഭൂതി രഥയാത്ര ഏറ്റവും മികച്ചതും ദൈർഘ്യമേറിയതുമായിരുന്നു. ഡോക്ടർ ചെന്നാറെഡ്ഡി അവർകൾ ചെന്നൈയിൽ ഗവർണറായിരുന്ന സമയം സംഘടിപ്പിക്കപ്പെട്ട യുവപദയാത്ര രാജ്ഭവനിൽ നിന്നും അപ്പോഴത്തെ മുഖ്യമന്ത്രിയായിരുന്ന ആദരണീയ ജയലളിത അവർകളായിരുന്നു ഫ്ലാഗ് ഓഫ് ചെയ്തത്. റോസി ബെഹൻജി സേവനത്തിൻ്റെ അഭിവൃദ്ധിക്കും സഫലതയ്ക്കുമുള്ള നൂതന മാർഗങ്ങൾ എപ്പോഴും മുന്നോട്ട് വെച്ചുകൊണ്ടിരുന്നു. പ്രകാശ്മണി ദാദിജി, ജാൻകി ദാദിജി, ഗുൽസാർ ദാദിജി തുടങ്ങി എല്ലാ ദാദിമാരോടും മുതിർന്ന സഹോദരരോടും റോസി ബെഹൻജി എല്ലായ്പ്പോഴും വളരെ അടുത്ത ബന്ധം പുലർത്തിപ്പോന്നു. ബ്രഹ്മകുമാരീസ് സേവന പ്രവർത്തനങ്ങളുടെ ഡയമണ്ട് ജൂബിലി വർഷമായ 1996 ഹാപ്പി വില്ലേജ് റിട്രീറ്റ് സെന്റർ സ്ഥിതി ചെയ്യുന്ന 3 ഏക്കർ ഭൂമി യജ്ഞവുമായി വളരെ സഹയോഗം പുലർത്തിയിരുന്ന ഒരു കുടുംബത്തിൻ്റെ സമർപ്പണമായിരുന്നു. ലൈറ്റ് ഹൗസ് കെട്ടിടം, കിച്ചൺ മുതലായവ റോസി ബെഹൻജിയുടെയും ലക്ഷ്മി ബെഹൻജിയുടെയും നേതൃത്വത്തിൽ നിർമ്മിക്കപ്പെട്ടതാണ്. തുടർന്ന് തമിഴ്നാട്ടിലെ സഹോദരീ സഹോദരന്മാരുടെ ഒരുമയും പ്രയത്നവും കൊണ്ട് 2 ഏക്കർ സ്ഥലം വാങ്ങിച്ചു. തുടർന്നുള്ള ഒട്ടനവധി സേവനങ്ങളും നിർമ്മാണ പ്രവർത്തനങ്ങളും തമിഴ്നാട് ബ്രാഹ്മണ പരിവാരമാണ് ചെയ്തു വന്നത്. പിന്നീടുള്ള 3 വർഷത്തോളം
റോസി ബെൻജിക്ക് ഡയാലിസിസ് ആവശ്യമായി വന്നു. ആ സമയത്ത് പോലും തമിഴ്നാട്ടിലെ ഗ്രാമങ്ങളിൽ സേവനം ചെയ്യുന്നതിനായി അനേകം മൊബൈൽ എക്സിബിഷനുകൾ സംഘടിപ്പിച്ചിരുന്നു. റോസി ബെൻജിയുടെ സ്ഥിരോത്സാഹവും സേവന താൽപ്പര്യവും എന്നും പ്രകീർത്തിക്കപ്പെടേണ്ടതാണ്. അവരുടെ ആ ഐക്യത്തിൻ്റെ ശക്തിയും മഹത്വവും തന്നെയാണ് തമിഴ്നാട് സോണിലെ വിവിധ സേവനങ്ങളെ ഇന്നും ഒരുമയോടെ നിലനിർത്തുന്നത്. ഞാൻ ബാബയ്ക്ക് ഇംഗ്ലീഷിലാണ് കത്തെഴുതിയിരുന്നത്. 108 മണികളുടെ വിജയമാലയിൽ 4 മണികൾ എൻ്റെ സുഹൃത്തുക്കൾക്കായും 1 മണി എനിക്കായും അങ്ങനെ 5 മണികൾ മാറ്റിവെക്കണമെന്ന് എഴുതിയിരുന്നു. ബാബ അതിനു മറുപടിയായി, നിനക്കായി ഒന്ന് വയ്ക്കുന്നുണ്ട്, എന്നാൽ മറ്റ് 4 പേരുടെ കാര്യം പിന്നീട് പരിഗണിക്കാമെന്നാണ് എഴുതിയത്. 1 മാസം കഴിഞ്ഞപ്പോൾ ആ 4 പേരെയും കാണാനില്ലായിരുന്നു. അവർക്ക് അതിനുശേഷം മുന്നേറ്റമുണ്ടായിട്ടില്ല. ബാബയ്ക്ക് കാര്യങ്ങളെ മുൻകൂട്ടി കാണാനുള്ള ശക്തിയുണ്ടെന്ന് അതിലൂടെയാണ് എനിക്ക് മനസ്സിലായത്. അവരോടൊപ്പം ഉണ്ടായിട്ട് പോലും ഞാൻ അവരുടെ വരവിനെക്കുറിച്ചോ പോകുന്നതിനെക്കുറിച്ചോ മനസ്സിലാക്കിയില്ല. ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നത് ബാബ നമ്മൾ ഓരോ കുട്ടികളെയും സഹായിക്കുന്നതിനായാണ് വന്നിട്ടുള്ളത് എന്നാണ്. ബാബ ദൈവമാണോ അല്ലയോ എന്ന് ഒരിക്കൽ പോലും ഞാൻ ചിന്തിച്ചിട്ടില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ബാബ ഒരു വിശേഷ വ്യക്തിത്വത്തിന് ഉടമയായിരുന്നു. തമിഴ്നാട്, പോണ്ടിച്ചേരി, കേരളം എന്നിവിടങ്ങളിൽ 54 വർഷങ്ങളുടെ സേവനത്തിൻ്റെ ഫലമായി ഇപ്പോൾ മുഴുവൻ സോണിലുമായി 300 സേവാകേന്ദ്രങ്ങളുണ്ട്. ഏതാണ്ട് 100,000 ബ്രാഹ്മണ ആത്മാക്കളുണ്ട്. ബാപ്ദാദ, മുഴുവൻ ദാദിമാർ, ഈ 3 മാലാഖമാർ, ഇവരിലൂടെയാണ് ഇന്നും നമ്മൾ വഴി നടത്തപ്പെടുന്നത്. ബാപ്ദാദയ്ക്ക് പല കോടി മടങ്ങ് നന്ദി പറയുന്നു. ഓം ശാന്തി.